മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ വീട്ടിൽ നടത്തിയ ഇഡി റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ വിശദമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെ സ്രോതസ്സുകളാണ് ഇഡി ഇപ്പോൾ അന്വേഷിക്കുന്നത്. 242 അക്കൗണ്ടുകളിലായി 18 കോടിയോളം രൂപയാണ് ഇഡി മരവിപ്പിച്ചത്. ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ നാളെ പരിഗണിക്കും. ഹർജി പരിഗണിച്ച ശേഷം വീണ ടിക്ക് നോട്ടീസ് അയക്കുന്നതിൽ തീരുമാനമുണ്ടാകും. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലാൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ വഴികളിലേക്ക് ഇഡി കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നാളെ ഇഡിക്കും ഒപ്പം CMRLനും ടി വീണയ്ക്കുമൊക്കെ നിർണായക ദിനമാണ്. നാളെ CMRLന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് കോടതി ഇതിൽ എടുക്കുന്ന തീരുമാനം? അത് നിർണായകമാണ് ഈ മൂന്ന് കക്ഷികൾക്കും ഇതുമായി ബന്ധപ്പെട്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? CMRLന്റെ ഹർജിയെ ശക്തമായി എതിർക്കും ഇഡി എന്നാണ് നേരത്തെ ലഭിച്ച വിവരങ്ങൾ. പ്രജിം പറഞ്ഞ പോലെ തന്നെ ഗുഡ് മോർണിംഗ്. നേരത്തെ പ്രജിം പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേർക്കും വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിൽ പോലും അത് ഏത് നീക്കങ്ങൾ ഉണ്ടാക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ എന്ന് പറയുന്നത്. ഡിവിഷൻ ബെഞ്ചിലാണ് നിലവിൽ CMRL ഈ ഹർജിയുമായി പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കേസിൽ SFIയുടെ അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് EDയുടെ സമാന്തര അന്വേഷണം നടക്കുന്നത്. അത് ശരിയായ നീക്കങ്ങളല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് CMRL ഓൾറെഡി ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും എന്ന കാര്യം കോടതി അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്ന നിർണായക വിവരങ്ങൾ അത് മുദ്രവച്ച കവറിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നീക്കത്തെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശമാണ് നിലവിലുള്ളത്. മാത്രമല്ല, ശശിധരൻ കർത്തയുടേത് എന്ന് കണ്ടെത്തിയ ഒരു ഡയറി കൂടിയുണ്ട്. ആ ഡയറിയിൽ പോലും വളരെ നിർണായകമായ പല വിവരങ്ങളും EDക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് EDയുടെ സ്രോതസ്സുകൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ED ഈ നീക്കത്തെ എതിർക്കാൻ ശ്രമിക്കുക. അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നൊരു ഉറപ്പുകൂടി EDയുടെ വൃത്തങ്ങൾക്കുണ്ട്. ഇതിന് പുറമെയാണ് വീണയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വീണയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണം അത് ഏത് സ്രോതസ്സുകൾ വഴി എങ്ങനെ എന്തിനെ എത്തി എന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി വിശദമായി ചോദ്യം ചെയ്യേണ്ട അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രാഥമികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടയിൽ തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിർണായക വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന കാര്യം കൂടി ED പറയുന്നുണ്ട്. ആ കാര്യങ്ങളടക്കം പ്രാഥമികമായിട്ടാണെങ്കിലും കോടതിയെ ബോധിപ്പിച്ച് അനുകൂലമായൊരു വിധി സമ്പാദിക്കാനുള്ളതാണ് EDയുടെ നീക്കം. നേരത്തെ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി മൂലമാണ് EDയുടെ അന്വേഷണം ഇത്രയും താമസമുണ്ടായത്. അതിനുശേഷം കോടതിയുടെ അനുകൂല റിപ്പോർട്ട് വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ED 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി നിർണായകമായ പല രേഖകളും പിടിച്ചെടുക്കുകയും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശശിധരൻ കർത്തയുടെ കൈവശമുണ്ടായിരുന്ന അദ്ദേഹത്തിന് കൈപ്പടയിൽ എഴുതിയ ഡയറി എന്ന് പറയുന്നത്. അതിൽ നിന്നും ഉള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ED മുദ്ര വച്ച കവറിൽ ഡോക്യുമെന്റ്സുകൾ ഹൈക്കോടതിയെ സമർപ്പിക്കുക. ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.